തലസ്ഥാനത്ത് നടന്ന SFI KSU പോരാട്ടമൊക്കെ കേരള സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പ് സംഘർഷത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് നിലവിൽ SFIയുടെ തീരുമാനം. ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ട് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ SFI ഇന്ന് പഠിപ്പ് മുടക്കിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കും. ഹാൻസ് വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. ഹാൻസ്, ഗുഡ് മോർണിംഗ്. അക്ഷരാർത്ഥത്തിൽ തലസ്ഥാനം തലസ്ഥാനം നടന്ന തെരുവ് യുദ്ധമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇന്നലെ. കാരണം ഈ SFI പ്രവർത്തകർക്ക് നേരെ 5 റൗണ്ട് ഗ്രനേഡ് വാതക പ്രയോഗമൊക്കെ നടന്നതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു. വലിയ പ്രതിഷേധമുണ്ടായി, പിന്നീട് ശാന്തത ഉണ്ടാക്കാൻ അവിടെ സാധിച്ചത്. അപ്പം എന്താണ് SFIയുടെ അടുത്ത നീക്കം? ഗുഡ് മോർണിംഗ് സേതു പറഞ്ഞതുപോലെ തന്നെയാണ്. ഞാനിപ്പോൾ ഉള്ളത് കേരള സർവകലാശാല ആസ്ഥാനത്താണ്. ഇന്നലെ ഇവിടെ സംഘർഷം നടന്നതിൻ്റെ ഫ്ലക്സ് ബോർഡുകളും മറ്റ് അവശേഷിപ്പുകളൊക്കെ കാണാൻ കഴിയും. ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ്റെ ഫ്ലക്സ് ബോർഡ്, അദ്ദേഹത്തിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഇവിടുത്തെ സ്റ്റാഫ് യൂണിയൻ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു. അത് സംഘർഷത്തിൻ്റെ ഭാഗമായി SFI പ്രവർത്തകർ ഇന്നലെ തല്ലി തകർത്തിരുന്നു. എന്തായാലും ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് SFIയുടെ തീരുമാനം. സേതു പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കാനാണ് SFI ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് രാവിലെ 11 മണിക്ക് SFI മാർച്ച് സംഘടിപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് 3 വർഷം മുമ്പ് തുറന്നതും അതിനോടൊപ്പം തന്നെ ഈ അടുത്ത് സെക്രട്ടേറിയറ്റിൻ്റെ സമരഗേറ്റ് തുറന്നിരുന്നു. ഈ സമരഗേറ്റിലേക്ക് ഇത്തവണ SFIയുടെ നേതൃത്വത്തിൽ ഒരു സമരം അല്ലെങ്കിൽ ഒരു പ്രതിഷേധ മാർച്ച് ആ ഗേറ്റിലേക്ക് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും അതിനോടൊപ്പം തന്നെ ജില്ലയിൽ ഇന്ന് പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് 4 SFI പ്രവർത്തകർക്കാണ് ഗുരുതരമായ പരിക്കേറ്റത്. അതിലൊരാൾ SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള M ശിവപ്രസാദ് ആയിരുന്നു. കൂടാതെ ഈ മണ്ണന്തല പോലീസ് സ്റ്റേഷനിലെ CIക്കും ഇന്നലെ പരിക്കേറ്റിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈ ഒടിഞ്ഞിരുന്നു. 3-4 KSU പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് KSU പ്രവർത്തകർ അല്ലെങ്കിൽ ആ നേതൃത്വം പറയുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിലേക്ക് കടുപ്പിക്കാൻ അല്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് SFI തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി A റഹീം MPയും CPIM നേതാവായിട്ടുള്ള മുതിർന്ന CPIM നേതാവായിട്ടുള്ള MB ജയരാജനൊക്കെ സംഭവ സ്ഥലത്തേക്ക് എത്തിയത്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ ഒരു ആക്രമണം SFI പ്രവർത്തകർക്കെതിരെ ഉണ്ടായി. ഏകപക്ഷീയമായ തീരുമാനമാണ് പോലീസ് സ്വീകരിച്ചത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഗ്രനേഡ് SFI പ്രവർത്തകർക്ക് നേരെ ഉപയോഗിച്ചു. കൂടാതെ ജലപീരങ്കി ഉപയോഗിക്കുന്ന സാഹചര്യമൊക്കെ കണ്ടു. SFI പ്രവർത്തകരെ മാത്രം ലാത്തി ചാർജ് ചെയ്തു എന്നൊക്കെയാണ് SFI പ്രവർത്തകരുടെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് SFI നേതൃത്വം ഇപ്പോൾ അറിയിക്കുന്നത്. സേതു.